ഹലോ ഹലോ. കേൾക്കാം കേൾക്കാം. ഗുഡ് കേൾക്കുന്നുണ്ടോ? ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തെല്ലാമാണ്? സുഖമല്ലേ? സുഖമായിരിക്കണോ? ഹരി ബ്രോ, ഡ്യൂട്ടി കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടാണോ? ഇല്ല, വൈകിട്ട് 4 മണിക്ക് 4 മണിക്കാ അല്ലേ? തുടങ്ങും. ഒരു ഓക്കെ ഓക്കെ ഓക്കെ. എന്തായി, ബേസിക്സ് ഒക്കെ ക്ലിയർ ആയോ? എക്കണോമിക് ഇവന്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? നോക്കിയേക്കുന്നു. നോക്കിയിരുന്നോ? നമുക്ക് ഈ വരുന്ന 12-ന് ബുധനാഴ്ച എന്ത് വരുന്നുണ്ട്? എഫ് ഒ എം സി പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു എഫ് ഒ എം സി എന്താ മറന്നാ? എഫ് ഒ എം സി ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി, ഓർമ്മയുണ്ടോ? അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഡാറ്റാസിനെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? എഫ് ഒ എം സി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എഫ് ഒ എം സി മീറ്റിംഗിൽ ആണ് എന്ത് ചെയ്യുന്നത്? ഈ എക്കണോമിയിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ എക്കണോമിക്കലി ഇത് വീക്ക് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എവിടുന്നാണ്? FOMC. എഫ് ഒ എം സി മീറ്റിംഗിലാണ്. അപ്പോൾ എഫ് ഒ എം സി മീറ്റിംഗിൽ ബുധനാഴ്ച രാത്രി 10:30 മണിക്ക് 10 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈവനിങ്ങിൽ CPI ഡാറ്റ പുറത്തു വിടും. CPI ഡാറ്റ എന്തായിരുന്നു? വാട്ട് ഈസ് CPI? CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഫ്ലേഷന്റെ റേറ്റ് പുറത്തു വരുന്നത് അല്ലെ? അപ്പോ ഓക്കെ. ഇൻഫ്ലേഷന്റെ റേറ്റ് പുറത്തു വിടുന്നത് എപ്പോഴാണ്? ഈ വരുന്ന ബുധനാഴ്ചയിൽ എന്തുണ്ട്? അത് നിങ്ങൾ ട്രാക്ക് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എക്കണോമിക് ഇവന്റ്സ് ട്രാക്ക് ചെയ്യണം. എവറി മന്തിൽ ഒരു മിഡ് ആവുന്ന സമയത്ത് എന്ത് വരും? CPI ഡാറ്റ വരും. ഓക്കെ. ആ ഒരു CPI ഡാറ്റ കഴിഞ്ഞിട്ട് അന്ന് തന്നെ FOMC മീറ്റിംഗ് നടക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? FOMCയുടെ ചെയർമാന് ജെറമി പോവാളിന്റെ എന്തുണ്ടാവും? പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. ഈ പ്രസ് കോൺഫറൻസിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇവർ ഈ മീറ്റിംഗിൽ പുറത്ത് വിടാത്ത പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കും. ഓക്കെ. അതായത് CNBC പോലുള്ള വലിയ വലിയ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? ഇത് ചോദിക്കും. ഓക്കെ. എന്താണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? ഹൗസിംഗ് മാർക്കറ്റിൽ എന്താണ് പ്ലാന്? ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കട്ട് ഉണ്ടാവുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ FOMCയുടെ സൈഡിൽ നിന്നുള്ള റിയാക്ഷന് അനുസരിച്ച് മാർക്കറ്റിൽ എന്ത് വരും? മൂവ്മെന്റ്സ് വരും. അത് ഏതൊക്കെ അസറ്റിന് ആണ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ബജറ്റ് എന്ന് പറയുന്ന പരിപാടി, അറിയാവോ? കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ അറിയാം ബജറ്റ്, അറിയാം. ഇന്ത്യയിൽ ഇയർ ഇയർലി നടക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അല്ലെ? ഈ ഒരു അതെ ബജറ്റിൽ അതെ. പറയാറുണ്ട്, പൊതുവെ പറയാറുണ്ട്, റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ട് ഇത്ര സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്നൊരു ഏരിയയിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇത്ര സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? അങ്ങനെയുള്ള കമ്പനികൾക്ക് എന്താണ് ബെനിഫിറ്റ് ആണ്. അപ്പൊ ആ ഒരു കമ്പനികളുടെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും അല്ലെ? നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ? കമ്പനിയുടെ വാല്യൂ കൂടും. ഇപ്പോൾ റിന്യൂവബിൾ എനർജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ കമ്പനി? അദാനിയുടെ റിന്യൂവബിൾ എനർജിയുടെ കമ്പനി അല്ലെ? ടാറ്റ റിന്യൂവബിൾസ്, അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ എന്ത് വരും? പോസിറ്റീവ് വരും. അതുപോലെ എക്കണോമിക്കലി നമുക്ക് എന്ത് വരും? ഓരോ കറൻസിക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ എന്തെങ്കിലും ഇത് നടക്കുവാണെങ്കിൽ CPI ഡാറ്റയിൽ എന്ത് വരും? മെയിൻ ആയിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഏതാണ്? US ഡോളർ അല്ലെ? അപ്പൊ US ഈ ഒരു ഡാറ്റാസ് പുറത്തു വിടുന്ന സമയത്ത് മാർക്കറ്റിൽ എന്ത് വരും? നല്ല രീതിയിലുള്ള വോളറ്റിലിറ്റി വരും. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, 12 ബുധനാഴ്ച രാത്രി 10:30 മണിക്കാണ് എന്ത് വരുന്നത്? ഇവന്റ് വരുന്നത്. 10:30 മണിക്കാണ് കോൺഫറൻസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് CPI ഡാറ്റ ഒന്നും നോക്കിയില്ലെങ്കിലും ഈ ഒരു കോൺഫറൻസ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കോൺഫറൻസ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഒരു 2-3 തവണ ഒക്കെ വാച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ മാർക്കറ്റ് ഒന്ന് നോക്കുക. അപ്പോ ഏതെങ്കിലും മീഡിയാസ് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, നല്ല ഇൻഫ്ലേഷന്റെ എന്താണ് മെയിൻ ഡിസിഷൻ എന്നുള്ളതൊക്കെ ചോദിക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ വോളറ്റൈൽ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഒരു 5 മിനിറ്റിലൊക്കെ നമ്മള് വെച്ചിട്ട് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മളിപ്പോ ആ, ഏത് ഇതിലാണ് നോക്കേണ്ടത്? ഏത് US ഡോളറിന്റെ അല്ലേ ഇപ്പം പറയുന്നത്? ഈ FOMC മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന എക്കണോമിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ US ആണ്. ഓക്കെ. ഓക്കെ. അമേരിക്കയുടെ അപ്പൊ മാർക്കറ്റ് നോക്കാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ ഏത് നോക്കുന്നത്? ഏത് കറൻസി, ഏത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മേജർ കറൻസിയും എന്ത് ചെയ്യും? അതിനനുസരിച്ച് മൂവ് ചെയ്യും. കാരണം എന്താ? ഇവിടെ യൂറോ നോക്കുവാണെങ്കിൽ അതിൽ എന്തുണ്ട്? US ഡോളർ ഉണ്ട് അല്ലെ? ഓക്കെ. XAUUSD ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ട്? USD റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെ? അതിലെ എപ്പോഴും ഓക്കെ. കോട്ട് കറൻസി ഏതാണ്? US ഡോളർ ആണ്. റൈറ്റ്. അപ്പോ ഓക്കെ. അതിനനുസരിച്ച് എന്ത് ചെയ്യും?
എല്ലാ കറൻസീസും മൂവ് മാർക്കറ്റ്. ചെയ്യും. അപ്പോ ജസ്റ്റ് എന്ത് ചെയ്യാ? ആ മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതായത് അപ്പോ ആ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഉണ്ട്. ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാച്ച് ചെയ്തു. അത് വാച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് എക്കണോമിക്കലി ഡിസിഷൻസ് എടുക്കുന്നത്. പിന്നെ എക്കണോമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു നോളഡ്ജ് അവിടുന്ന് കിട്ടും. ഓക്കെ. അപ്പൊ അതൊന്ന് ഉം. ട്രാക്ക് ചെയ്യാ. ഇനി ഇന്നത്തെ ഡേയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ബേസിക്സ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഫണ്ടമെന്റൽസും പറഞ്ഞു അല്ലെ? ഫണ്ടമെന്റൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിനെ നമ്മൾ വാച്ച് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കി ഫണ്ടമെന്റൽ നോളഡ്ജ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? നിങ്ങളത് ഓരോ തവണ മാർക്കറ്റ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും? അതിന്റെ നോളഡ്ജ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്കൽ സൈഡാണ്. ഫണ്ടമെന്റൽ സൈഡ് മാത്രം നോക്കിയാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് സേ ഡോളറിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുവാണെങ്കിൽ നമുക്ക് ഗോൾഡ് ബൈ ചെയ്ത് വെക്കാം. അല്ലെ? ഹോൾഡ് ചെയ്ത് പിടിക്കാം കുറച്ച് കാലത്തിന്. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വരാൻ പറ്റത്തില്ല. അപ്പൊ ഡോളറിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുവാണെങ്കിൽ ഗോൾഡ് ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും. പക്ഷെ അതെന്തില്ല പെട്ടെന്ന് അന്നത്തെ ഡേ തന്നെ ഇൻക്രീസ് ആവണമെന്നില്ല. ഗ്രാഡ്വലി അത് ഇൻക്രീസ് ആവുന്നതാണ്. മനസ്സിലായോ? അപ്പോ ആ ഒരു ഫണ്ടമെന്റൽ ഡാറ്റേന്റെ പുറമെ നമ്മൾ ടെക്നിക്കലി അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡും ചെയ്യാൻ പറ്റും. ഇന്ന ഡേയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഡേ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാർക്കറ്റിന്റെ ലൈവ് ഡാറ്റ വേണം. അല്ലെ? ലൈവ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കറ്റിന്റെ ഡാറ്റ വേണം. ഈ ഒരു ലൈവ് ഡാറ്റ നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? അത് ഏതെങ്കിലും ചാർട്ടിംഗ് സോഫ്റ്റ്‌വെയർസ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ചാർട്ടിംഗ് സോഫ്റ്റ്‌വെയർ ആണ് ട്രേഡിംഗ് വ്യൂ. ഇല്ലേ? ലാസ്റ്റ് ഡേയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? ട്രേഡിംഗ് വ്യൂ. ആ പറയാം. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ലാപ്പിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സാറേ, ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ അതില് നിങ്ങള് ചാർട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് വരുന്നത് എന്റേത് കളർ ഡിഫറെന്റ് ആണ്. ഞാനത് കളർ ചേഞ്ച് ചെയ്തതാണ്. ഇത് ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോ റെഡ് ആൻഡ് ഗ്രീനിൽ ഉള്ള കുറേ ബ്ലോക്സ് ആണ് ഇതിൽ കാണുക. അല്ലേ? അപ്പൊ എന്താണ് ഈ ബ്ലോക്സ് എന്നുള്ളത് പറയാം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും പറയാം. ഓക്കെ. അപ്പൊ ഈ ഒരു ചാർട്ടിന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഏത് കറൻസി ആണെന്നുള്ളത് സിമ്പിൾ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഏത് കറൻസി ആണെന്നുള്ളത് അവിടെ ഉണ്ടാവും. അത് വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും കറൻസി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ GBP USD എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? GBP USDന്റെ വാല്യൂ വരും അല്ലേ? നമ്മൾ പിന്നെ വേറെ ഏതാ മേജർ കറൻസി പറഞ്ഞത്? USD JPY ജാപ്പനീസ് യെന്നിന്റെ കറൻസി പറഞ്ഞു അല്ലേ? USD CAD വേണമെങ്കിൽ എന്ത് ചെയ്യാം? USD CAD. അപ്പൊ നിങ്ങള് അടുത്തൊരു ഡൗട്ട് ആയിരിക്കും. ഇവിടെ കുറെ ഫോറക്സ് FXCM, OND എന്ന് പറഞ്ഞിട്ട് ഒരു കുറെ ചാർട്ട് ഉണ്ടാവും അല്ലെ? ഇതെല്ലാം ഓരോരോ ബ്രോക്കേഴ്സ് പുറത്തു വിടുന്ന ഡാറ്റയാണ്. ഓക്കെ. അപ്പോ അതില് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ONDAയുടെ ചാർട്ട്. ഓക്കെ. ONDAയുടെ ചാർട്ട് അല്ലെങ്കിൽ FXCMന്റെ ഏതെങ്കിലും നമുക്ക് എല്ലാ ചാർട്ടും ഏകദേശം എന്തായിരിക്കും? ചെറിയ പോയിന്റിന്റെ പിപ്പറ്റ്സിന്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. എല്ലാം ഏകദേശം എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ആരെങ്കിലും പുറത്തു വിടുന്ന ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്താൽ മതി? കിട്ടിയാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോ അത് നമുക്ക് അവിടെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഏത് കറൻസിയുടെ ചാർട്ടാ? യൂറോ USD. യൂറോ യുഎസ്ഡിന്റെ അല്ലെ? അപ്പൊ യൂറോ യുഎസ്ഡിന്റെ കറന്റ് വാല്യൂ കാണുന്നത് കറന്റ് വാല്യൂ ചെയ്യുന്നത് ഈ ഒരു ചാർട്ടിൽ ലാസ്റ്റ് എവിടെയാണോ നിൽക്കുന്നത് അതാണ് കറന്റ് വാല്യൂ അല്ലെ? അല്ലെങ്കിൽ അതിനെ നമ്മൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ക്യാമ്പ് എന്നൊക്കെ പറയും. ഓക്കെ. കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് LTP എന്ന് പറയും. ഓക്കെ. അവസാനമായിട്ട് ട്രേഡ് ചെയ്ത പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ്. അല്ലെ? അവസാനമായിട്ട് ആരാണോ അതിൽ ട്രാൻസാക്ഷൻ നടത്തിയത് അത് ഏത് പ്രൈസിനാണ് എന്നുള്ളതാണ് എന്ത് ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഇവിടെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് 1.08799 എന്ന് പറയുന്ന 795 എന്ന് പറയുന്ന ഇപ്പോഴത്തെ വാല്യൂ പറയുന്നത് അവസാനമായിട്ട് ട്രേഡ് നടന്ന പ്രൈസ് ആണ്. അപ്പൊ ഈ ഒരു പ്രൈസ് കാണിക്കുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈസ് റേഞ്ച്. ഓക്കെ. ഇതെന്താണ് പ്രൈസ് റേഞ്ച്. അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് എന്താണ്? പ്രൈസ് റേഞ്ച്. ഓക്കെ. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഏത് ടൈമിലാണ് ഇതിന്റെ പ്രൈസ് പോയിട്ടുള്ളത്? ഇതില് ഇപ്പോ കറന്റ് മാർക്കറ്റ് പ്രൈസ് മാത്രമാണോ കാണിക്കുന്നത്? അല്ല. ഇവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ഫുള്ള് ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെ? അത് കാണിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്ത് പറയുന്നത്? ചാർട്ടിംഗ് എന്ന് പറഞ്ഞാല്. അല്ലെങ്കില് കാണിക്കുന്ന ഒരു മെത്തേഡിനെ ഒരു മെത്തേഡ് ആണ് എന്ത്? ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് മനസ്സിലാക്കാനുള്ള
ഒരു വേ ആണെന്ത് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, കുറേ ഉണ്ട് അല്ലെ. ഇതൊക്കെ ഏത് സമയങ്ങളിൽ നടന്നതാണെന്ന് അറിയാൻ നമുക്ക് താഴെ എന്തുണ്ട്, ഒരു ഡേറ്റ് റേഞ്ച്, ഡേറ്റ് ആൻഡ് ടൈം റേഞ്ച് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഡേറ്റ് ഇങ്ങനെ പുറകിലോട്ട് പുറകിലോട്ട് പോകുന്നുണ്ട് അല്ലെ, പുറകിലോട്ട് പോകുന്നുണ്ട്. അഥവാ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ചാർട്ടിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ, എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും അല്ലെ. ഇതില് ആ ഈ ഈ ആക്സിസ് ഏതാ, ഇത് ഏതാ ആക്സിസ്, എക്സ് ആണോ വൈ ആണോ? എക്സ് അത് എക്സ് ആക്സിസാ. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ ഇവിടെ വൈ ആക്സിസിൽ ഇവിടെ ഉള്ള വാല്യൂ ഏതാ, ഇവിടെ നേരെ തിരിച്ചാണ് അല്ലെ, വൈ ഈ സൈഡിലാണ് വരുന്നത് അല്ലെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെ അതെ അതിനെ പുറത്തോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, പക്ഷെ അത് മാറ്റണമെന്നില്ല, ഇവിടുത്തെ റൈറ്റിൽ തന്നെയാണ് ബെറ്റർ. ഓക്കെ, ഇവിടെ ഇത് എക്സ് ആക്സിസ്, അപ്പൊ എക്സ് ആക്സിസിൽ എന്താണ് ഡേറ്റ്, വൈ ആക്സിസിൽ റേറ്റ് അല്ലെ. അപ്പോ ഇവിടെ ഒരു അസറ്റിന്റെ വാല്യൂ കാണിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എന്ത് വരിക, ചാർട്ട് മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് കൂടി കുറഞ്ഞു, ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും അല്ലെ. അതിന്റെ അനുസരിച്ച് ഇപ്പൊ ഏത് ടൈമിലാണ് നടന്നതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതിൽ നോക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോൾ അതിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ടുകൾ വർക്ക് ചെയ്യുന്നത്. കാൻഡിൽ സ്റ്റിക് ചാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ കറൻസി മാർക്കറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏതൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന ഡേറ്റേനെ ഓരോ ബ്ലോക്കുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, കാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 1 ഡേയുടെ ടൈം ഫ്രെയിം ആണ്. 1 ഡേയുടെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിൽ ഫോം ആവാൻ എത്ര സമയം എടുക്കും, ഒരു ദിവസം ഒരു ദിവസം എടുക്കും അല്ലെ. ഒരു കാൻഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ആവാൻ എന്ത് എടുക്കും, ഒരു ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡേന്റെ കാൻഡിൽ ഇനി എപ്പോഴാ ക്ലോസ് ചെയ്യുക, നൈറ്റ് നൈറ്റ്, ഇന്നത്തെ ഡേ എൻഡ് ആവുന്ന സമയത്ത്, ഇന്നത്തെ ഡേ അതെ എൻഡ് ആവുന്ന സമയത്താണ്. അത് യു എ ടൈമിൽ നോക്കുകയാണെങ്കിൽ 1 AM എന്ത് ചെയ്യുക, ക്ലോസ് വരിക. ഓക്കെ, 1 AM ക്ലോസ് വരുന്നത്. ഓക്കെ, അപ്പോ ഇത് ഇന്നത്തെ ക്യാൻഡിൽ ആണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്യാൻഡിൽ എന്നത്തെ ക്യാൻഡിലായിരിക്കും, ഇങ്ങനത്തെ ഇന്നലത്തെ ക്യാൻഡിൽ. അതവിടെ താഴെ കാണാനും പറ്റും അല്ലെ, വെനസ്ഡേ 5 ജൂൺ 2024 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഏത് ഡേന്റെ ക്യാൻഡിലാ, തേഴ്സ്ഡേ 11 ജനുവരി 2024 അല്ലെ. അവിടെ നമുക്ക് അതെ ഏതൊരു കറൻസി ഏത് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ നമുക്കത് ട്രേഡ് ചെയ്ത വാല്യൂ ഇപ്പൊ ഞാൻ പറയുവാണ്, ദേ ജൂൺ 2023 ജൂൺ 15 2023 നടന്നിട്ടുള്ള അസറ്റിന്റെ വാല്യൂ നമുക്കിവിടെ കാണാം. അതിന്റെ വാല്യൂ എവിടെ നിന്ന് എവിടെ വരെയാണ് പോയിട്ടുള്ളതെന്ന്, അന്നത്തെ ഡേയിൽ എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രൈസ് റേഞ്ചിൽ റൈറ്റ് സൈഡിൽ നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതെ 1.08316 മുതൽ ഏകദേശം 1.9433 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നത്തെ ഡേ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് സീംലെസ് ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ത്, ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഏകദേശം ഏതാ 2011 യൂറോന്റെ വാല്യൂ ഏകദേശം 1.49 വരെ വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ, അന്നത്തെ കാലത്ത് ഒരു യൂറോ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ $1.50 അടുത്ത് കൊടുക്കണമായിരുന്നു അല്ലെ. ഒരു യൂറോ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ $1.50 അടുത്ത് കൊടുക്കണമായിരുന്നു. ദേ ഇവിടെ കറക്റ്റ് $1.50 ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനും പ്രൈസ് കൂടിയ സമയം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിപ്പോ ഞാനൊരു മന്ത്ലി ക്യാൻഡിൽ ഇട്ടു. മന്ത്ലി ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ കാണിക്കുന്നത്, ഓരോ ക്യാൻഡിലും എന്തായിരിക്കും, ഓരോ മാസത്തെ ക്യാൻഡിൽ ഓരോ മാസത്തെ ക്യാൻഡിലാണ് അല്ലെ. ഇത് സെപ്റ്റംബറിന്റെ, അതെ അതിന്റെ മുന്നത്തെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അങ്ങനെ ഓരോ മന്തിന്റെയും ക്യാൻഡിലും. അപ്പോ യൂറോ USDന്റെ ഓൾ ടൈം പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ മന്ത്ലി ക്യാൻഡിൽ സൂം ഔട്ട് ചെയ്താൽ നമുക്ക് കാണാം അല്ലെ. ഓൾ ടൈം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, ഇതാണ് അല്ലെ, ഈ ഒരു പ്രൈസ് ആണ്. അതായത് യൂറോ എന്ന് പറയുന്ന കറൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6, അതായത് ഒരു യൂറോ അന്ന് വാങ്ങിക്കണമെങ്കിൽ 1.6 ഡോളർ ഡോളർ കൊടുക്കണമായിരുന്നു.
അല്ലെ? ഇപ്പൊ കറന്റ്ലി എത്ര കൊടുക്കണം? 1.08 അല്ലെ? സ്ലൈറ്റ്ലി എന്തേ ഉള്ളൂ? ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഏഹ് അതിന് മുന്നേ ഒക്ടോബറിൽ എന്ത് ചെയ്തിരുന്നു? സെപ്റ്റംബർ, ഒക്ടോബറിൽ, ലാസ്റ്റ് ഒക്ടോബറിൽ എന്ത് സംഭവിച്ചിരുന്നു? 2022 ഒക്ടോബറിൽ എന്ത് സംഭവിച്ചിരുന്നു? 1ന് താഴെ വന്നിരുന്നു. അതിനർത്ഥം എന്താ? യൂറോന്റെ വാല്യൂ യുഎസ് ഡോളറിനെക്കാളും താഴെ വന്നിരുന്നു. അല്ലെ? യൂറോന്റെ വാല്യൂ യുഎസ് ഡോളറിനെക്കാളും താഴെ വന്ന സമയം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് നമുക്ക് ഈസിലി മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്? കാൻഡിൽ സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് ഞാൻ അഗൈൻ ഡെയിലിന്റെ കാൻഡിൽ ഇടുകയാണ്. ഈ ഒരു ഡെയിലിന്റെ കാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സാധനം കൂടി കാണാം. ഇവിടെ ഈ ഒരു പ്രൈസിന് താഴെ ഒരു കൗണ്ട് ഡൗൺ കാണാം. ഏത് ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാലും ഒരു കൗണ്ട് ഡൗൺ കാണാം. ഈ ഒരു കൗണ്ട് ഡൗൺ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാൻഡിൽ ഇതിപ്പോ ഡെയിലി ആണെങ്കിൽ ഡെയിലിയുടെ കാൻഡിൽ ക്ലോസ് ആവാൻ ഇനി എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ആ കൗണ്ട് ഡൗൺ. ഓക്കെ. അപ്പോൾ ഒരു ഡെയിലിന്റെ കാൻഡിൽ ഫോം ആവാൻ നമുക്ക് ഒരു ദിവസം ആണെന്നുണ്ടെങ്കിൽ 4 ഹവറിന്റെ കാൻഡിൽ ഫോം ആവാൻ നമുക്ക് എത്ര സമയം വേണം? 4 മണിക്കൂർ വേണം അല്ലെ? അതുപോലെ തന്നെ ഈ ഒരു ഡെയിലിന്റെ കാൻഡിൽ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് എന്ത് 4 ഹവറിലുള്ളത്. പക്ഷെ കുറച്ചും കൂടെ എന്ത് ചെയ്യും? കുറച്ചധികം കാൻഡിൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് ഓരോ സമയത്തുള്ള കാൻഡിൽസ് ആയിട്ട്. ഒരു ദിവസത്തില് എത്ര 4 ഹവർ കാൻഡിൽ ഉണ്ടാവും? 6 4 ഹവർ കാൻഡിൽ ഉണ്ടാവും അല്ലെ? അപ്പോ ഈ 6 4 ഹവർ കാൻഡിൽ ഫോം ചെയ്തത് ഒന്നിച്ച് കാണിക്കുന്നതാണ് എന്ത്? 1 ഡേന്റെ കാൻഡിൽ അല്ലെ? 1 ഡേന്റെ കാൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഇത് കാൻഡിലിന്റെ ബേസ് മനസ്സിലായി. അതിന് ഓരോന്നിനും ഓരോ ടൈം ഫ്രെയിം ഉണ്ടെന്ന് മനസ്സിലായി. ഞാനിപ്പോ 1 ഡേന്റെ ടൈം ഫ്രെയിം തന്നെ വെച്ചു. പക്ഷേ ഈ 1 ഡേന്റെ ടൈം ഫ്രെയിമിൽ തന്നെ പല കാൻഡിലും 2 കളർ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ? 2 കളർ കാണിക്കുന്നുണ്ട്. ചില കാൻഡിലിന് വലിയൊരു ലൈൻ ഒക്കെ കാണിക്കുന്നുണ്ട്. ചിലതിന് വലിയ തിക്നെസ് ഉള്ള പോർഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഒരു കാൻഡിലിന് 2 കളറായിട്ട് വരുന്നത് 2 കളറിലെ കാൻഡിൽ വരുന്നത് അതായത് ഒരു ദിവസം ഏത് ടൈം ഫ്രെയിം ആണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിമില് ആ ഒരു ടൈമില് ഓപ്പൺ ചെയ്ത ഒരു പ്രൈസ് ഉണ്ടാവും. ഓപ്പൺ ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ ഡേ ആണെങ്കിൽ ഇന്നത്തെ ഡേയിൽ ഫസ്റ്റ് ട്രേഡ് നടന്ന ഒരു പ്രൈസ് ഉണ്ടാവും അല്ലെ? അതേപോലെ ഒരു 1 ഹവറിന്റെ ആണെങ്കിൽ ആ ഹവറിൽ ഇപ്പോ 10 മണിന്റെ ആണെന്നുണ്ടെങ്കിൽ 10 മണിന്റെ കാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് കഴിഞ്ഞിട്ട് ആദ്യം ട്രേഡ് ചെയ്ത ഒരു പ്രൈസ് ഉണ്ടാവും. അതാണ് അതിന്റെ എന്ത്? ഓപ്പൺ പ്രൈസ്. ഓക്കെ. അപ്പോ ഒരു കാൻഡിലിന് കളർ ഡിഫൈൻ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാളും മുകളിലുള്ള പ്രൈസിലാണോ താഴെയുള്ള പ്രൈസിലാണോ കറന്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത്? ആ ഒരു കാൻഡിലിന്റെ കളർ പറയുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ഒരു കാൻഡിൽ ഈ 1.07407 എന്ത് ചെയ്തു? ഇവിടെ എൻട്രി ഓപ്പൺ ചെയ്തു. എന്നിട്ട് അത് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ കളർ ഗ്രീൻ കളർ ആയിരിക്കും. അതായത് അന്നത്തെ ഓപ്പണിംഗ് പ്രൈസിനേക്കാളും മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും. ഓപ്പണിംഗ് പ്രൈസിന്റെ താഴോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? റെഡ് കളർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു കളേഴ്സിന് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട. അതായത് മുകളിലോട്ട് പോകുന്ന കാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് കാൻഡിൽ ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഗ്രീൻ കാൻഡിൽ എന്താണ്? ഒരു ബുള്ളിഷ് കാൻഡിൽ ആണ്. ബുള്ളിഷ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ വാല്യൂ കൂടിയ ടൈമിൽ ക്രിയേറ്റ് ചെയ്ത കാൻഡിൽ ആണ്. അല്ലെ? വാല്യൂ കൂടിയിട്ടുണ്ട് അല്ലെ? അത് ഡെയിലിയിലാണെങ്കിൽ വാല്യൂ കൂടിയ ദിവസം അന്നത്തെ ദിവസത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യൂറോ USD ട്രേഡ് ചെയ്ത് വാല്യൂ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് കാൻഡിൽ എന്താണ്? വാല്യൂ കുറഞ്ഞ ദിവസം അതിനെ ബിയറിഷ് കാൻഡിൽ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ എന്താണ് 2 ടൈപ്പ് കാൻഡിൽ ഏതൊക്കെയാണ്? ബുള്ളിഷ്, ബിയറിഷ് കാൻഡിൽ. ഓക്കെ. അപ്പോ ഈ കാൻഡിൽ 2 ടൈപ്പ് പറഞ്ഞു. അതല്ലാതെ തന്നെ കാൻഡിൽ ഒരു ചില കാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയ തിക്നെസ് ഉള്ള പാർട്ടും വലിയ ലൈനും കാണിക്കുന്നുണ്ട്. ഇത് റെപ്രസെന്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൻഡിൽ ഫോം ആവുന്നത് ഒരു ഡേന്റെ കാൻഡിൽ ആണെന്ന് വിചാരിക്കുക. ഒരു ഡേയിൽ ഈ ഒരു പ്രൈസിൽ അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 1 AM UAE ടൈമിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ട്രേഡ് ചെയ്ത് കുറച്ച് താഴോട്ട് പോയി. അതായത് അപ്പോ ആ കാൻഡിലിന്റെ കളർ എന്തായിരിക്കും താഴോട്ട് പോകുമ്പോ? റെഡ് കളർ ബെയറിഷ് കാൻഡിൽ ആയിരിക്കും അല്ലെ? അത് ഒരു പോയിന്റ് വരെ പോയിട്ട് വീണ്ടും അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ. ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തിട്ട് അന്ന് ഓപ്പൺ ആയ പ്രൈസിനേക്കാളും മുകളിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗ്രീൻ കളർ ആവും. കളർ ചേഞ്ച് ആവും അല്ലെ? അപ്പൊ അത് ബുള്ളിഷ് കാൻഡിലായി.
അപ്പൊ അത് ബുള്ളിഷ് ക്യാൻഡിലായി പോയി ഒരു പോയിന്റ് വരെ എത്തിയതിനു ശേഷം അത് വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുറച്ച് മൂവ് ആയി. അപ്പോൾ ഏത് കളറായിരിക്കും? ഗ്രീൻ കളർ. അപ്പൊ ഗ്രീൻ കളറിനെ, കാരണം എന്താ, ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ മുകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാളും മുകളിലാണ് അന്നത്തെ ഡേ പോയത്, പക്ഷെ ക്ലോസ് ചെയ്തത് ഇവിടെയാണ് അല്ലെ? അന്നത്തെ ഡേ എൻഡ് ആയത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഈ ക്യാൻഡിലിന്റെ രണ്ട് പാർട്ടായിട്ടാണ്. ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിക്നെസ് ഉള്ള പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി. ഓക്കെ, ആ തിക്നെസ് കൂടിയ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ബോഡി എന്നും ആ തിക്നെസ് കുറഞ്ഞ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്നാണ്. ഓക്കെ, വിക്ക് ഓർ ഷാഡോ എന്നാണ് ആ ഒരു തിക്നെസ് കുറഞ്ഞ പാർട്ടിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡേന്റെ ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുക? ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അല്ലെ? അവിടെയാണ് ആദ്യം ക്യാൻഡിൽ വരിക. അന്നത്തെ ഡേ ആദ്യം താഴോട്ട് ട്രേഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഇങ്ങനെ താഴോട്ട് പോയി, എന്നിട്ട് വീണ്ടും മുകളിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു റേഞ്ച് വരെ പോയി, എന്നിട്ട് ഇങ്ങനെ ആ ഒരു ഡേ എൻഡ് ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് ക്യാൻഡിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? വിക്ക് ഉണ്ടാവും അല്ലെ? ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്ന് ചെയ്തിട്ട് ഈ ഒരു ഹൈ വരെ പോയിട്ടുണ്ട്, അതൊരു വിക്കായിട്ട് ഫോം ആവും. അതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്ന് ഇത്ര താഴോട്ട് പോയിട്ടുണ്ട്, അതുപോലെ ഒരു വിക്കായിട്ട് അവിടെ ഒരു വിക്കായിട്ട് ഫോം ആവും. ഇതിന്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും അല്ലെ? അന്നത്തെ ഡേ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാളും മുകളിലോട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 4 വാല്യൂ കിട്ടുമല്ലോ അല്ലെ? ആദ്യത്തെ അതെ. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ചെയ്ത വാല്യൂ അല്ലെ? അതിനെ നമ്മൾ വിളിക്കുന്നത് ഓപ്പൺ വാല്യൂ. അതുപോലെ തന്നെ പിന്നെ ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ പോയിട്ടുള്ള വാല്യൂ, അതിനെ നമ്മൾ ഹൈ എന്ന് വിളിക്കും. ഓപ്പൺ വാല്യൂ, High. ഹൈ വാല്യൂ, പിന്നെ ഏതാണ്? ലോ പോയിട്ടുണ്ട് അല്ലെ? ഒരു ലോ വരെ പോയിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ലോ വാല്യൂ. പിന്നെ ഉള്ളത് ക്ലോസ് വാല്യൂ. ഇതിനെ ഒരു ക്യാൻഡിലിന് അത്രയും 4 വെറൈറ്റീസ് ഓഫ് വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് 4 വാല്യൂ ഏതൊരു ടൈമിൽ പോയി കഴിഞ്ഞാലും 4 വാല്യൂ കിട്ടും അല്ലെ? ഓപ്പൺ ചെയ്ത പ്രൈസ് ഉണ്ടാവും, താഴെ പോയ പ്രൈസ്, ഹൈ പോയ പ്രൈസ്, ക്ലോസ് ചെയ്ത പ്രൈസ് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഒരു 4 വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് OHLC വാല്യൂസ് എന്നുള്ളത്. ഓക്കെ, ഒരു ക്യാൻഡിലിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? അപ്പോൾ OHLC എന്ന് പറഞ്ഞാൽ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഓക്കെ, ഓപ്പൺ ചെയ്ത പ്രൈസ്, ഹൈ പോയ പ്രൈസ്, ലോ പോയ പ്രൈസ്, ക്ലോസ് ചെയ്ത പ്രൈസ് അല്ലെ? അങ്ങനെ ഒരു 4 വാല്യൂസ് നമുക്ക് അവിടെ കിട്ടും. ഈ ഒരു വാല്യൂസ് നമുക്ക് സിംപിളി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ട്രേഡിംഗ് വ്യൂല് എന്തുണ്ട്? അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ ക്യാൻഡിൽ വെച്ചിട്ടുള്ളത് ഏത് ഡേന്റെ വാല്യൂലാ? ഏത് ഡേന്റെ ക്യാൻഡിലാ? കൻസിയേട്ടൻ മനസ്സിലാവുന്നില്ല? ഞാൻ ഒന്നും പറഞ്ഞില്ലേ സാറേ? അല്ല, മനസ്സിലാവുന്നില്ല? ഉണ്ട്. ഓക്കെ, അത് ഈ ക്യാൻഡിൽ ഉള്ളത് ഏതിന്റെ വാല്യൂലാണ്? ഏപ്രിൽ 10th വാല്യൂലാണ്. അപ്പൊ ഈ ഏപ്രിൽ 10th വാല്യൂല് നിങ്ങൾക്ക് മുകളിലോട്ട് ആ കേഴ്സർ ഇവിടെ വെക്കുന്ന സമയത്ത് ഇതിന്റെ നേരെ മുകളിലായിട്ട് കുറച്ച് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയേ. O എന്ന് എഴുതിയിട്ട് ഒരു വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ H എന്ന് എഴുതിയിട്ട് ഒരു വാല്യൂ ഉണ്ട്, L എന്ന് എഴുതിയിട്ട് ഒരു വാല്യൂ ഉണ്ട്, C എന്ന് എഴുതിയിട്ട് വാല്യൂ ഉണ്ട്. കാണുന്നുണ്ടോ? ഉണ്ടല്ലോ. അതായത് അതിന്റെ നേരെ മുകളിൽ OHLC വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാൻഡിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ OHLC വാല്യൂസ് എന്തുണ്ട്? മുകളിൽ ട്രേഡിംഗ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഡേയിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് വരെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? നെഗറ്റീവ് 0.01143 എന്ന് പറയുന്ന പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്ര പിപ്പാണ്? 0.01143 എന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡേയിൽ എത്ര പിപ്പാ മൂവ് ആയിട്ടുള്ളത്? എത്ര പിപ്പാ? 43 ആണോ? 43യോ? അയ്യോ സോറി, 0.00113 ആണ്. നിങ്ങൾ പറഞ്ഞ 43 ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
43 പിപ്പാണോ നിങ്ങൾ പറഞ്ഞത്? 43 പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇതാണ് 43 പിപ്പ്. ഇത് 43 പിപ്പാ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പിപ്പാ? ഇത് 114.3. 114.3 പിപ്പാണ് അന്നത്തെ ഡേയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡേയിൽ ഇപ്പൊ കറന്റ്ലി എത്ര പിപ്പ് മൂവ് ചെയ്തു? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 7.3 പിപ്പ് ഗെയിൻ ചെയ്തു അല്ലെ ഇന്നത്തെ ഡേയിൽ. ഇപ്പൊ 7.6 ഗെയിൻ ചെയ്തു അല്ലെ. അത് പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാർട്ടിൽ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതൊന്ന് ആ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ മതി. ഓക്കെ, ഓക്കെ. ഓക്കെ. മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ. അപ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു ക്യാൻഡില്, എന്താണ് ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടൈം ഫ്രെയിം ഉണ്ട്, ടൈപ്സ് ഓഫ് ക്യാൻഡിൽ അല്ലെ, ബുള്ളിഷ് ബെയറിഷ്, പാർട്സ് ഓഫ് ക്യാൻഡിൽ, ബോഡി വിക്ക്. ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത് എങ്ങനെയാണ്, ആ ഒരു ക്യാൻഡിലിന് കളർ ഡെഫിനിഷൻ കിട്ടുന്നത് എപ്പോഴും എങ്ങനെയാണ്, ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ മുകളിലാണെങ്കിൽ ഗ്രീൻ കളറും ഓപ്പൺ ചെയ്ത പ്രൈസിന് താഴെയാണെങ്കിൽ റെഡ് കളറും കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. ഇനി മനസ്സിലാക്കാനുള്ളത് വെച്ചാല് ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ. മൾട്ടി ടൈം ഫ്രെയിം നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ പറയാം. ഇത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ നമ്മൾ വരച്ചു അല്ലെ. ഇതിന്റെ ഉള്ളില് ഒരു 4 അവർ ക്യാൻഡിൽസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതേപോലെ താഴോട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. കാരണം ആദ്യം താഴോട്ട് പോയിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യും, 2 ക്യാൻഡിൽ, പിന്നെ ചിലപ്പോൾ എന്തായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രീൻ ക്യാൻഡിൽ അല്ലെ. കാരണം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് തിരിച്ചു പോരുന്നുണ്ട് അല്ലെ. എഗെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. 4 ക്യാൻഡിലായി, 5 ക്യാൻഡിലായി, 6ാമത്തെ ക്യാൻഡിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇതുപോലെ ആയിരിക്കും. അതിന് വിക്കും കാര്യങ്ങളൊക്കെ അത് വേറെയും വരുന്നുണ്ടാവും. പക്ഷെ മൊത്തത്തിൽ എന്തായിരിക്കും, ഇതുപോലെ ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഡെയിലി ക്യാൻഡിലിനെ 4 അവർ ക്യാൻഡിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ നമുക്ക് വിസിബിളി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഡാറ്റ കിട്ടും അല്ലെ. ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ കൂടുതൽ ഡാറ്റ നമുക്ക് ഈ ഒരു മൾട്ടി ടൈം ഫ്രെയിം അല്ലെങ്കിൽ ടൈം ഫ്രെയിം തിയറിയിലൂടെ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഈ ട്രേഡിംഗ് വ്യൂവിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ടൂൾ വിൻഡോസ് ആണ് അല്ലെ, ടൂൾ ബാർസ് ആണ്. ഈ ഒരു ടൂൾ ബാർസ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർട്ടിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ബാർസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഫേവറേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഓരോ ടൂൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, അത് ഫേവറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫേവറേറ്റ് ബാറിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫേവറേറ്റ് ബാറിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതിന്റെ എല്ലാം എന്ത് ചെയ്യാം, എവിടെ നിന്നാണ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ എവിടെ നിന്നാണ് എടുത്ത് ഫേവറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അയക്കാം. അതൊന്ന് ഫേവറേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടൈം ഫ്രെയിമും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എന്ത് ചെയ്യാം, ഫേവറേറ്റ് ചെയ്യാം. ഇപ്പൊ ഡെയിലി മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഓരോ ടൈം ഫ്രെയിംസും നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മേജർ ആയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ പറയാനുള്ളത്, ജസ്റ്റ് എപ്പോഴും ട്രേഡിംഗ് വ്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേവറേറ്റ് ബാറും കൂടെ യൂസ് ചെയ്ത് ശീലിക്കുക. അതിന്റെ കൂടെ തന്നെ എപ്പോഴും ഫുൾ സ്ക്രീനിൽ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുക. ഇതൊരു ഫുൾ സ്ക്രീൻ ആണ്. ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെറ്റർ വ്യൂ കിട്ടും. ഈ ഒരു ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ മോഡ് ക്ലിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് എഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫുൾ സ്ക്രീന് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനൊന്നുമില്ല. ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ഇവിടെ പോയിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോന്നും അതിലോട്ട് ആഡ് ചെയ്യാം. ഏത് ചാർട്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊരു കറൻസി കിട്ടണമെന്നുണ്ടെങ്കിലും വെറുതെ ചുമ്മാ സ്ക്രീനിൽ അങ്ങ് സെർച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ആ കറൻസി സെർച്ച് ആവും. അത് ആ കറൻസിയുടെ ചാർട്ട് ഓപ്പൺ ആക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ വേറെ ഏതെങ്കിലും ഒരു കറൻസിയുടെ
ചാർട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ USD INR ന്റെ ചാർട്ട് ഞാൻ നേരെ ഓപ്പൺ ആക്കി. എന്നിട്ട് ഈ ഒരു ചാർട്ട് എനിക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ആഡ് ടു വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Alt+W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതിലോട്ട് ആഡ് ആവും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ മുകളിലൊക്കെ എന്റെ ക്രിപ്റ്റോ ഹോൾഡിംഗ്സിന്റെ ഇതാണ് കാണുന്നത്. ഇതിന്റെ മുകളിൽ അതിന്റെ ഏറ്റവും താഴെ വന്നിട്ട് USD INR എന്ത് ചെയ്തിട്ടുണ്ട്, വാച്ച് ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അത് ഒഴിവാക്കുവാണ്, ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു കറൻസിനെയും വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ ഉള്ളത് ഈ ഒരു ചാർട്ടിന്റെ കളേഴ്സ് ആണ്. ഞാൻ ചാർട്ടിന്റെ കളേഴ്സ് യൂസ് ചെയ്യുന്നത് എൻ്റെതായ രീതിക്കുള്ള കളേഴ്സ് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് ഗ്രേ മോഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രീന് കാണുന്ന സമയത്ത് നമുക്കൊരു ഗ്രീഡ്നെസ് വരാനും അതുപോലെ തന്നെ റെഡ് ഒരു ഫിയർ ജനറേറ്റ് ചെയ്യുന്ന കളറാണ്. സോ സൈക്കോളജിക്കലി നമ്മൾ ഒരുപാട് ടൈം ചാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ആ ഒരു സൈക്കോളജിന്റെ പുറകിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കളേഴ്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിലുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഏതെങ്കിലും വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കളർ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ കളറിൻ്റെ ഇതും ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്ക്രീൻഷോട്ട് അയക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ Okay, ഇന്ന് sir. അത്രയും Okay. കാര്യങ്ങളുള്ളൂ. ഇതെന്ത് ട്രേഡിംഗ് വ്യൂ എന്ത് ചെയ്യുക, ഇനി മുതൽ ഇതിലാണ് നമ്മുടെ പരിപാടികളെല്ലാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സൂം ഇൻ സൂം ഔട്ട്, ഓക്കെ, അതും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യാനുള്ള 2 ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ഹൊറിസോണ്ടൽ സൂമിങ് കണ്ടോ, ഹൊറിസോണ്ടൽ ഇത് എന്ത് ചെയ്യും, സൂം ഇന്നും സൂം ഔട്ടും ആവും. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് താഴെയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിടിച്ചിട്ട് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ സൂമിങ്, നമ്മുടെ താഴെയുള്ള ഡേറ്റ് റേഞ്ചും സൈഡിലുള്ള വെർട്ടിക്കൽ സൂമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൈസ് റേഞ്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ സൂമിങ് നമുക്ക് നിങ്ങൾ എക്സ്റ്റേണൽ മൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ക്രോളർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സൂമിങ് ചെയ്യാം. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ചാർട്ട് ഒരിക്കലും ഇത് ഇങ്ങനെ കാണാൻ പറ്റാത്ത കോലത്തിലൊന്നും വെക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ ഒന്നും വെക്കരുത്. ഓക്കെ, എപ്പോഴും നമുക്ക് ഡാറ്റ വിസിബിൾ ആയിരിക്കണം. അതിനെപ്പോഴും വിസിബിൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും 2 സൈഡിലുള്ള സൂമിങ്ങും ഒരുപോലെ ചെയ്തിട്ട് സൂമിങ് കറക്റ്റ് ആക്കുക. ഓരോ ഏരിയ നമുക്ക് എടുക്കാനും സൂമിങ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് കുറച്ചൊന്ന് എന്ത് ചെയ്യാം, യൂസ്ഡ് ആവാൻ നോക്കുക. ഓക്കെ Okay, sir. Okay. Okay. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേയിൽ അത്രയും കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ. റെക്കോർഡിങ്സ് കാണുക, ഈ ക്യാൻഡിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ഒരു ടൂൾ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് വരെ നോക്കുകയാണെങ്കിൽ അത് എത്ര പിപ്പ് ആണെന്നുള്ളത് അവിടെ കാണും. അതിന്റെ താഴെ ഇവിടെ കണ്ടോ 123.7 പിപ്പ് ആണത് അല്ലെ. ഇവിടെ നോർമൽ പോയിന്റ് വാല്യൂ ഇവിടെ ഉണ്ട്, 123.7 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന്റെ ടൂൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും എന്ത് കിട്ടും, എനിക്ക് ഈ ഒരു സ്കെയിൽ കിട്ടും. ഓക്കെ, സ്കെയിൽ എന്നാണ് Okay. പറയാ. Okay. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ടൂൾസ് എല്ലാം ഒന്ന് ഈ ഓരോ ടൂൾസ് നമ്മൾ ഓരോ കൺസെപ്റ്റിന് വേണ്ടി യൂസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് എങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ ഷോർട്ട് കട്ട്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറയും. ഓക്കെ ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്, റെക്കോർഡ് സെഷൻ അയക്കാം. ഓക്കെ സാർ Okay, sir. എനിക്കൊരു Okay. ഡൗട്ട് ഉണ്ട് സാർ. ചോദിച്ചോളൂ. ഈ നമ്മളിപ്പം USD CAD എടുക്കുമെന്ന് വെച്ചോ, USD CAD. ഓക്കെ, CAD എടുക്കുമെന്ന് വെച്ചോ, അപ്പോ അതിന്റെ അകത്ത് നമ്മള് ഇപ്പൊ ഈ കാണിക്കുന്നത് പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് നിർത്താം. ഇതിലിപ്പം ഇതിന്റെ വാല്യൂ കാണിക്കുന്നത് 1.36875 ആണ്. 87 എവിടെയാ കാണിക്കുന്ന വാല്യൂ 875? 1.36 ഇപ്പൊ 887 ഇപ്പൊ കറണ്ട് വാല്യൂ. 892 ആണ് ഈ ഒരു
OANDA ചാർട്ടിൽ. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. 8, 9 ICE എന്ന് പറഞ്ഞൊരു ഇതാ. ഐസ് ഓക്കെ. ഐസ് ബ്രോക്കറിന്റെ ആണ് എടുത്തത്. ആ ഓക്കെ, അല്ല അതാ ഞാൻ ആ പറഞ്ഞത്. അതായത് ഓരോ ബ്രോക്കർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ചെറിയ മൈന്യൂട്ട് വാല്യൂ ഡിഫറൻസ് 10-20 പോയിന്റിന്റെ. ഇപ്പൊ 8, 9 വരെ കറക്റ്റ് ആണോ? 8 വരെ 8, 3, 6. അല്ല സാർ, ആ ഞാൻ അതല്ല ചോദിച്ചത്. ആ അത് ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പം കാണിക്കുന്നത് ഒരു US$ വാങ്ങിക്കാൻ കാനഡിയൻ ഡോളർ ഇത്രയും രൂപ കൊടുക്കണം, 1.36 അത് കൊടുക്കണം. യെസ്. അങ്ങനല്ലേ? അപ്പൊ ഇപ്പം എന്റെ ഈ ബ്രോക്കറിൽ കിടക്കുന്നത് US$ അല്ല. അപ്പൊ ഞാൻ ഈ സ്റ്റോക്ക് ഇത് ഞാൻ എങ്ങനെ വാങ്ങിക്കും? അല്ല, അതിന് കറൻസി ഈക്വലന്റ് ആയിട്ടുള്ള മാർജിനെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ ബ്രോക്കറിനെ ചൂസ് ചെയ്യുന്നത്. ഒരു ബ്രോക്കറിന് എന്തുണ്ട്, ഈ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സുമായിട്ട് എന്തുണ്ട്, ഇത് വാങ്ങിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രോക്കറിനെ സമീപിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഓക്കെ. നിങ്ങൾക്കിത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നിങ്ങൾക്ക് യൂറോ JPY GBP ട്രേഡ് ചെയ്യാം ഈ ബ്രോക്കർ യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ, ഇതിൽ ഡോളർ പോലും ഇല്ലല്ലോ, ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ? ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, പോവും. നിങ്ങൾ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് നടത്താറുണ്ടോ? ഇല്ല. ഇന്റർനാഷണൽ പേയ്മെന്റ് സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫെഡറൽ ബാങ്കിന്റെ കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് സ്റ്റോറിലോ ബക്കാലയിലോ എവിടെയും പേയ്മെന്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? നിങ്ങളെ INR അല്ല നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്, ഇവിടെ ദിറംസാ കൊടുക്കുന്നത്. എങ്ങനെ ചെയ്യുന്ന? ഈ ബാങ്ക് എന്ത് ചെയ്യുന്നു, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, ദിറംസിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കട്ട് ചെയ്യുന്നു. അത് ബാങ്ക് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ബാങ്ക് അതിനൊരു എക്സ്ട്രാ ചാർജ് ഈടാക്കും. അതിന് എക്സ്ട്രാ ഒരു റേറ്റ് കൂടെ ബാങ്ക് ഈടാക്കും. ഇവിടെ എന്ത് ചെയ്യുന്നു, ബ്രോക്കറിന് എങ്ങനെ പോയാലും എന്തേ ഉള്ളൂ, അതിന് കമ്മീഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന്റെ ഒരു ചെറിയ കമ്മീഷനാണ് വരുന്നത് അല്ലെ? അപ്പൊ ബാങ്ക്, ഹലോ 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 വേണ്ട. ചേട്ടാ, ഇവിടെയാണോ അതോ അവിടെയാണോ? പുള്ളിയുടെ മൈക്ക് ഓൺ ആയി കിടക്കാൻ തോന്നുന്നു, അത് അറിയുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ, എനിവേ മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ല? അതെ ഓക്കെ, അതെ. അപ്പോ ഞാൻ എന്തായാലും റെക്കോർഡ് സെഷൻ അയക്കാം. ഓക്കെ, ഒന്നുകൂടെ വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ, ഓ സി യു ബൈ. ഓക്കെ.